ആരാണ് ഓട്ടോമൻ? അവരെങ്ങനെ ജെറുസലേമിൽ എത്തി? ആരാണ് ഓട്ടോമൻ? അവർ എങ്ങനെ ജെറുസലേമിൽ വന്നു? നമുക്കതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. രണ്ടാം ലോകമഹായുദ്ധകാലം 1914 മുതൽ 16 വരെയുള്ള കാലം. ജമാൽ പാഷ ജെറുസലേമിൻ്റെ സ്വേച്ഛാധിപതിയായി വാഴുന്നു. മുൻഗാമികളെപ്പോലെ ജമാൽ അത്ര തന്നെ ദ്രോഹം ജെറുസലേമിനോട് ചെയ്തിട്ടില്ല. എന്നാൽ അറേബ്യൻ സ്വേച്ഛാധിപത്യം ജെറുസലേമിൽ നടപ്പിലാക്കാൻ പരമാവധി അദ്ദേഹം ശ്രമിച്ചു വന്നു. ആ ഇടയ്ക്ക് കൊടും ക്രൂരന്മാരായ തുർക്കികൾ ജനാധിപത്യത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് ജെറുസലേമിലെത്തി. അവർ അറേബ്യൻ ഭരണത്തെ അടിച്ചമർത്തുക മാത്രമല്ല, അറബി ഭാഷയെയും അവർ വിലക്കി. അറബി ഭാഷ പഠിപ്പിക്കുന്നതും അവർ വിലക്കി. എന്നാൽ ആ സമയത്ത് സിയോണിസ്റ്റുകൾ, അതായത് പലസ്തീനിലെ ജൂതന്മാർ, തുർക്കികളുടെ വരവിനെ സ്വാഗതം ചെയ്യുകയാണുണ്ടായത്. മാത്രമല്ല, ജൂത പട്ടണങ്ങൾ പണിയുവാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. സ്കോപ്പസ് പർവ്വതത്തിൽ ഒരു ജൂത സർവകലാശാല പണിയുന്നതിനും അവരോട് ആവശ്യപ്പെട്ടു. അതിനുവേണ്ട സ്ഥലം തുർക്കികളിൽ നിന്ന് വാങ്ങുവാനും അവർ തയ്യാറായി. ഈ നടപടിയിൽ അറബികളായ ഹുസൈനികൾ, സർക്കോസുകൾ, ലെബനൻ ജനത എന്നിവർ അപലപിക്കുകയും തങ്ങളുടെ ഭൂമികൾ സിയോണിസ്റ്റുകൾക്ക് വിൽക്കുകയും ജെറുസലേം പട്ടണം ഒഴിയുകയും ഉണ്ടായി. റൂഹി ഖാലിദി ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്ന ബുദ്ധിജീവിയായ ഇസ്താംബൂൾ പാർലമെൻറ്റിൽ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു. അദ്ദേഹം സിയോണിസ്റ്റുകളെക്കുറിച്ചൊരു പഠനം തന്നെ നടത്തുകയുണ്ടായി. അദ്ദേഹം അറബി വംശജനായിരുന്നില്ല, ഒരു ഓട്ടോമൻ സ്വതന്ത്ര ചിന്തകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പലസ്തീനിലെ സിയോണിസ്റ്റുകൾ തന്ത്രശാലികളാണെന്നും അവർ പലസ്തീൻ ഭൂമികൾ കൂട്ടുന്നത് അപകടമുണ്ടാക്കുമെന്നും കണ്ടു. അദ്ദേഹം മനസ്സിലാക്കി. ജൂതന്മാരുടെ ഭൂമി ഇടപാടുകൾ അദ്ദേഹം തടഞ്ഞു. ഇങ്ങനെ പോയാൽ സിയോണിസ്റ്റുകൾ പലസ്തീൻ ഭൂമി മുഴുവനും സ്വന്തമാക്കും, അത് ഭാവിയിൽ അപകടം സൃഷ്ടിക്കും എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. അങ്ങനെയിരിക്കെ 1913 ജനുവരി 23 31 വയസ്സ് പ്രായമുണ്ടായിരുന്ന ഒരു യുവ തുർക്കി ഓഫീസർ, പേര് ഇസ്മയിൽ എൻവർ, ഒരു പ്രധാനപ്പെട്ട പോർട്ട്, അതായത് സബ്ലൈം പോർട്ട് തകർത്തുകൊണ്ട് യുദ്ധഭീഷണിയുമായി മുന്നോട്ട് വരികയുണ്ടായി. അദ്ദേഹവും കൂട്ടുകാരായ മെഹമ്മദ് തലാത്ത്, അഹമ്മദ് ജമാൽ എന്നിവരുമായി പലസ്തീൻ കീഴടക്കി 1914 ഓട്ടോമാൻ രാജ്യം അവിടെ സ്ഥാപിച്ചു. 1914 ജൂൺ 28 ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഓട്ടോമാൻ സുൽത്താനായ എൻവർ പാഷ ജർമ്മനിയോട് ചേർന്ന് റഷ്യയിൽ കലാപം സൃഷ്ടിച്ചു. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ സുൽത്താൻ മഹമ്മൂദ് റഷീദ് ബ്രിട്ടനുമായി യുദ്ധത്തിന് പുറപ്പെട്ടു. ആ സമയത്ത് തന്നെ ജെറുസലേമിൽ അൽ അക്സ പള്ളിയിൽ വെച്ച് ജിഹാദ് പ്രഖ്യാപിക്കപ്പെട്ടു. ആ സമയത്ത് ക്രസൻഡിയയിലെ ബവാരിയൻ ജനറൽ ബാരൻ ഫ്രെഡറിക് ജെറുസലേമിൽ എത്തുന്നു. ജൂതന്മാർ അദ്ദേഹത്തെ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നു. 1914 നവംബർ 18 വസീഫ് ജവാരിയ, അദ്ദേഹത്തിന് വെറും 17 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ, ഒരു ബാലനായിരുന്നു, ഗ്രേറ്റ് സുപ്രീം കമാൻഡറായി ഓട്ടോമൻ 4ാമനായി കടന്നു വരുന്നു. ജെറുസലേം ഭരണാധികാരി ജമാൽ പാഷ വസീഫിന് ഒലിവ് മലയിൽ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് ഒരുക്കുന്നു. ഡിസംബർ 20 മെക്കയിൽ നിന്നും ഒരു വയോവൃദ്ധനായ ഷെയ്ഖ് ഡമാസ്കസ് ഗേറ്റ് വഴി പ്രവാചകൻ്റെ പച്ചക്കൊടിയുമേന്തി ജെറുസലേമിലേക്ക് കടന്നു വരുന്നു. ജെറുസലേമിലെ ജനമൊക്കെയും അദ്ദേഹത്തിൻ്റെ പിന്നാലെ പച്ചക്കൊടികളുമേന്തി അല്ലാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ട് ഒരു ഘോഷയാത്ര തന്നെ നടത്തുകയുണ്ടായി. അവിടെ വെച്ച് ജമാൽ ജിഹാദ് പ്രഖ്യാപിക്കുന്നു. എന്നാൽ ക്രിസ്മസിന് മുമ്പേ തന്നെ മെക്ക ഷെയ്ഖ്
മരണമടയുന്നു. അങ്ങനെ ജമാൽ ജെറുസലേമിൽ അക്രമം അഴിച്ചുവിടുന്നു. While he terrorized Jerusalem, he liked to play poker എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. ജൂതന്മാരുടെ താമസ പ്രദേശമായ കുന്നിൻപുറങ്ങളിൽ കുതിരസവാരി നടത്തുന്നു, ഷാമ്പെയിൻ കുടിച്ച് സിഗരറ്റ് പുകച്ചും അർമാദിക്കുന്നു, അട്ടഹാസമുണ്ടാക്കുന്നു. ഇതൊക്കെയായിരുന്നു അയാളുടെ ഒരു ചെയ്തികൾ. ഒരു രാജാവ് എന്ന നില മറന്ന് ഒരു തീവ്രവാദ ഗുണ്ട തലവാനായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വിളയാട്ടം. ജമാൽ പറയുന്നു ഇങ്ങനെ, ഞാൻ നിയമമുണ്ടാക്കും, ഞാൻ നിയമം ഇല്ലാതാക്കും. അപ്പോൾ നിയമം ഉണ്ടാക്കുന്ന അയാളാണ്, നിയമം ഇല്ലാതാക്കുന്നു അദ്ദേഹമാണ് എന്നാണ് പറയുന്നത്. ഐ മേക്ക് ദം ആൻഡ് അൺമേക്ക് ദം. അങ്ങനെ അക്രമകാരികളായ ഈ 3 ഭരണാധികാരികളെയും അറേബ്യർ വെറുക്കുന്നു. എന്നാൽ കമാൽ അറേബ്യക്കാരോട് തട്ടിക്കയറുന്നു. മര്യാദയ്ക്ക് ജെറുസലേമിൽ ജീവിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ അനോട്ടിയിലേക്ക് നാട് കടത്തുമെന്ന് ഭീഷണി മുഴക്കുന്നു. അങ്ങനെ ജർമ്മൻ ഭരണാധികാരികളുടെ പിൻബലത്തിൽ ജമാൽ ജെറുസലേമിനെ ഭയപ്പെടുത്തി നിർത്തുന്നു. ജമാൽ ക്രൈസ്തവ ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നു. സെൻറ്റ് ആൻസ് ചർച്ചിൽ കയറി ഭീതി പരത്തുന്നു. നാട് കടത്തുമെന്ന് അവരെ ഭീഷണി മുഴക്കി അവരെ വരുതിയിൽ നിർത്തുന്നു. ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരെ ഈജിപ്തിലേക്ക് നാട് കടത്തുകയും ചെയ്യുന്നു. ജമാൽ തൻ്റെ 20,000 പട്ടാളക്കാരെയും അണിനിരത്തി ജെറുസലേമിൽ പരേഡ് നടത്തുന്നു. നമുക്കൊന്നുകിൽ സുയസ് കനാലിൻ്റെ അക്കരെ വെച്ച് കാണാം, അല്ലെങ്കിൽ സ്വർഗത്തിൽ. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വീരവാദം. 1915 ഫെബ്രുവരി 1 ജമാൽ തൻ്റെ റെഡ് ഫ്ലാഗുമായി സുയസ് കനാലിനെ വളയുന്നു. എന്നാൽ ജമാൽ അമ്പെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ചരിത്രം ജമാലിനെ കശാപ്പുകാരൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് ജമാൽ ദ സ്ലോട്ടർ മാൻ. ജമാൽ ദ സ്ലോട്ടർ മാൻ. എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.